പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ചയാണ്, ഫെബ്രുവരി 24-ാം തീയതി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹവന്ദനം. ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന പ്രത്യേക ആവശ്യങ്ങൾ പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, പരീക്ഷ നടന്നുകൊണ്ടിരിക്കണേ. അച്ഛൻ്റെ മനസ്സെപ്പോഴും പരീക്ഷക്കാരുടെ കൂടെയാണ് ഇപ്പോൾ. ആദ്യത്തെ അനുഗ്രഹങ്ങളെല്ലാം അവർക്കാണ്. നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും, ഇന്നത്തെ വിഷയങ്ങൾ. കർത്താവേ, കുഞ്ഞുങ്ങളെ പരീക്ഷയിലാണ്. എല്ലാ വേനലവധി പരീക്ഷകളെയും അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവ്, വിജയം നൽകുന്നത് കർത്താവാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. I uphold you in my victorious right hand. ഐസയ്യാ 41:10 പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വിജയകരമായ വലതുകരത്തിൽ നിന്നെ താങ്ങി നിർത്തും. കർത്താവെ, ആറിപ്പോയിനെ ചൂടാക്കുകയും വാടിപ്പോയിനെ നനച്ച് കിടപ്പിക്കുകയും ചെയ്യുന്ന നിൻ്റെ വലതുകരത്തിൻ്റെ കരുത്തിൽ അങ്ങയുടെ മക്കളെ താങ്ങി നിർത്തി. ഉത്കണ്ഠയുള്ള മക്കളുണ്ട് ഈശോയെ, വിഷയപ്പേടിയുള്ള പരീക്ഷപ്പേടിയുള്ള മക്കളുണ്ട് ഈശോയെ. ഒരു ചാൻസ് കൂടി, ഒരു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു പറഞ്ഞുകൊണ്ട് മനസ്സ് ഇടിഞ്ഞു പോയ മക്കളുണ്ട്. അവരുടെ എല്ലാം അങ്ങനെ ദിവസം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെന്ത് എഴുതുന്നുവോ, അവരെന്ത് മനസ്സിലാക്കുന്ന ചോദ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും ഒന്നും വിട്ടുപോകാതിരിക്കാനും അവർക്ക് ഓർമ്മ ശക്തി, കർത്താവിൻ്റെ രക്തം
അവരുടെ ഓർമ്മകളെ സ്മൃതികളെ സ്പർശിക്കുകയും യേശുക്രിസ്തു നാമത്തിൽ നീ ഓർത്ത് പരീക്ഷയെ പ്രതിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. കർത്താവ്, ഇന്നത്തെ ദിവസം ഈ ഫെബ്രുവരി 24-ാം തീയതി യാത്ര ചെയ്യുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഓരോ ഡോക്യുമെൻ്റുകൾ ഒപ്പിടുന്ന സന്ദർഭത്തെ, വിഷയത്തെ, ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, സ്കൂളിൽ പോകുന്നവരുണ്ട്, ഓഫീസിൽ പോകുന്നവരുണ്ട്, തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും എന്തിനു വേണ്ടിയാണോ അങ്ങയുടെ മക്കൾ പോകുന്നത് അവിടെയെല്ലാം അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ സമയ ചുരുക്കത്തോടു കൂടി കർത്താവെ, സമയം വേസ്റ്റ് ഉണ്ടാകാതെ, ഇരട്ടിപ്പണി ചെയ്യാൻ ഇടവരുത്താതെ എല്ലാം ഓർത്ത് എല്ലാത്തിനും ആവശ്യമായ ആൾക്കാരെ കൃത്യമായ സമയത്ത് സംലഭ്യമാക്കി അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരോഗ്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര, അങ്ങയുടെ മക്കളുടെ ഓരോ ഉദ്യമങ്ങളും അവർ തിരിച്ചു വരുന്നത് വരെ അവർ ചെയ്യുന്ന വ്യക്തികൾ, ചെയ്യുന്ന വിഷയങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാം കർത്താവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ, കൂടുതൽ ടെൻഷൻ അടിച്ചു പോകുന്ന മക്കളുണ്ട്. പാസ്പോർട്ട് ഇൻ്റർവ്യൂ, വിസ ഇൻ്റർവ്യൂ, അതുപോലെയുള്ള ഇൻ്റർവ്യൂകളിലേക്ക് ടെൻഷൻ അടിച്ച് പോകുന്നവരുണ്ട്. കർത്താവ്, അവർ കണ്ണുനീരോടെയാണ് അവർ പോണത്. അവർ ജയഘോഷത്തോടെ കൊറ്റയുമായിട്ട് സങ്കീർത്തനെ പോലെ തിരിച്ചെത്താൻ അവരെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഉദ്യമങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഓരോ ചിന്തകളും, നീ സംസാരിക്കുന്നതും, നീ ചെയ്യുന്ന കാര്യങ്ങൾ, മാസങ്ങളായും വർഷങ്ങളായിട്ടും വീണുപോയ കാര്യങ്ങൾ, കിടന്നുപോയ കാര്യങ്ങൾ, ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, പൊട്ടിമുളകാത്ത വേരുകൾ ഉറഞ്ഞ് ഭൂമിക്കടി കിടക്കണ പോലെ ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ, ക്ലോസായിപ്പോയ ഫയലുകൾ എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോയെ ഡൈവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രസവിക്കാൻ പോകുന്ന അമ്മമാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ മാനസിക ആകുലതകളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. അവരുടെ ആന്തരിക അവയവങ്ങളിൽ കർത്താവ് വിഷമതകൾ, രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അത് ഓരോ തരത്തിലുള്ള രോഗങ്ങൾ, ഓരോ തരത്തിൽ കർത്താവ് വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങൾ വേദനയോടെ മനസ്സിലാക്കി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ സെക്കൻഡ് ഒപ്പീനിയൻ പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ ആ മക്കളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഈ നിമിഷം ആരെല്ലാം ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ, ഈ പ്രാർത്ഥനയെല്ലാം കൂടുന്ന നിമിഷങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളെ ആവശ്യിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരായി നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കണം. നല്ല അസുഖമാണ്. ഇത് അവരുടെ അടയാളമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. എപ്പോഴും അടയാളം അവർക്ക്. എല്ലാ പ്രാർത്ഥനയ്ക്കും അവരുടെ അടയാളം വേണം. അടയാളം ഇല്ലെങ്കിൽ പ്രാർത്ഥന ഫലിച്ചില്ലെന്നുള്ള ചിന്തയാണ്. അപ്പോൾ അവർക്കെല്ലാം അവരോടെല്ലാം കൂടി ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ജെറമിയ 23:24 കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? എന്നുവെച്ചാൽ അതായത് ഓരോ അടയാളം കാണുമ്പോൾ മാത്രമാണോ ദൈവം? അപ്പം മാത്രമേ പ്രാർത്ഥനയുള്ളൂ, അപ്പം മാത്രമേ ആധ്യാത്മികമായ ജീവിതമുള്ളൂ, അപ്പം മാത്രമേ പള്ളിപ്പോക്കും കുരിശുവരെയൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അവർ അടുത്ത ചോദ്യം, അവരോടുള്ള ചോദ്യമാണ് അടുത്തത്. കേട്ടെ, വായിച്ചേ. ജെറമിയ 23:23. ജീവിതത്തിൽ നിന്ന് ചില സമയത്ത് ദൈവം വിദൂരത്തിലിരിക്കും. വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ല. വല്ല കാര്യമുണ്ട് ദൈവത്തെ കൊണ്ട് ചോദിപ്പിക്കാൻ? ഇങ്ങനെയുള്ള അണ്ണന്മാർ ഭൂമിയിലുള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ദൈവം എന്ന് പറയുമ്പോൾ സമീപസ്ഥമായിരിക്കുമ്പോൾ മാത്രമാണ് ദൈവം. ഞാൻ വിദൂരത്തിലിരിക്കുമ്പോഴും നിങ്ങളുടെ ദൈവമല്ലേ എന്ന് വെച്ചാലേ, എൻ്റെ മക്കളെ, ചില കാര്യങ്ങൾ നടക്കാൻ താമസിക്കുകയോ നടക്കുകയോ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോഴും അതിൻ്റെ പേരിൽ കാര്യം നടന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ തൂക്കി നോക്കരുത്. ദൈവത്തെ തൂക്കി നോക്കിയാലുണ്ടല്ല ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? നീ ദൈവത്തെ തൂക്കുക, അപ്പം തിരിച്ചു തൂക്കുക. അതാണ് കുഴപ്പം. ദൈവത്തോട് എന്ത് ചെയ്താൽ തിരിച്ചു വരും. ദൈവത്തെ അളന്ന തിരിച്ചളക്കും.
അപ്പം നമ്മൾ താങ്ങത്തില്ല. ഇപ്പം തൂക്കണമെന്ന് വെച്ച് ദാനിയേലിൽ നെബൂഖദ്നേസർ രാജാവ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭിത്തിയിൽ ദർബാർ നടക്കുന്ന സമയത്ത് ഒരു കൈ വന്നിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ആൾക്കാരെല്ലാം വായിക്കും, ദാവീദ് രാജാവും വായിക്കും. വാട്ട് ഈസ് ഇറ്റ്, ഇറ്റ്സ് മീനിങ് ഓഫ് ഇറ്റ്, മേനെ തെക്കൽ ഉപാർസിൻ. അതായത് ഈ ബെൽഷാസർ രാജാവിൻ്റെ രാജധാനിയിൽ ദർബാർ നടക്കുകയാണ്. അവിടെ വെച്ചാണ് പെട്ടെന്ന് ഒരു വിരൽ ഒരു കൈ വന്നിട്ട് കുറേ സാധനം ഇങ്ങനെ ഭിത്തിയിൽ എഴുതിയിടും. അത് ദാനിയേൽ മേനെ തെക്കൽ ഉപാർസിൻ. അത് മേനെ തെക്കൽ ഉപാർസിൻ. അപ്പോൾ ഈ കൈ ഇങ്ങനെ ചരിച്ചുകൊണ്ട് പോണതും ഇതിനെ മേനെ തെക്കൽ ഉപാസം ചെയ്തിരിക്കണത് ആൾക്കാർ കാണുന്നുണ്ട്. അവർ ഭയന്ന് പോയി. കാര്യം ആളില്ല, കൈ മാത്രം. ദാവീദ് ഈ ബെൽഷാസർ രാജാവ് ഈ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു, ഇത് ഇങ്ങനെ വായിക്കണേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഈ ദാനിയേൽ എന്ന് പറഞ്ഞൊരു ബിരുദൻ ഇവിടെ ഉണ്ട്, ഇവരിങ്ങനെയുള്ള സംഭവങ്ങൾ വായിക്കുന്ന ആളാണ്, യഹോവയുടെ തനി സ്വന്തം കക്ഷിയാണെന്ന് പറഞ്ഞു. വിളിച്ചു വരുത്തിയിട്ട് അന്ന് ദാനിയേൽ ഇത് വായിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 5:24 വചനങ്ങൾ. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ കരങ്ങളാണ്. ആ ലിഖിതം ഇതാണ്, മേനെ മേനെ തെക്കേൽ പാർസീൻ. മേനെ തെക്കൽ പാർസീൻ. ഇതാണ് അർത്ഥം. മേനെ, ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെക്കേൽ, നിന്നെ തുലാസിൽ തൂക്കി, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, ഭാരം കുറഞ്ഞതായി കണ്ടു. അതാണ് ദൈവത്തിന് നമുക്കൊരു മിനിമം ഭാരം വേണം. പേരസ്, നിന്റെ രാജ്യം വിഭജിച്ച് മേദിയാക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ഓക്കെ, അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് കുറേ നാൾ ചെല്ലുമ്പോൾ തിന്മകൾ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ പറയുക, തിന്മകൾ വർദ്ധിക്കാൻ കാരണമുണ്ട്. എന്നുവെച്ചാൽ കർത്താവിൻ്റെ വിശുദ്ധ അൾത്താറിലുണ്ടായിരുന്ന പുണ്യപാത്രങ്ങളാണ് ഇവൻ്റെ വെപ്പാട്ടികൾക്ക് വീഞ്ഞു കുടിക്കാൻ കൊടുത്തിരിക്കുന്നത്. പോക്കത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ അധർമ്മം വർദ്ധിക്കുമ്പോഴുണ്ടല്ലോ, അധർമ്മം വർദ്ധിക്കുമ്പോൾ ഇപ്പം നമ്മൾ നേടിയെടുത്ത പുണ്യം പോലും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ അധർമ്മം ബെൽഷാസർ രാജാവിന്റെ വിഷയം എന്താണ്? അധർമ്മം വർദ്ധിച്ചിരിക്കുകയാണ്. വർദ്ധിക്കുന്നതിനാൽ എന്ത് പറ്റി? പലരുടെയും സ്നേഹം തണുത്തു പോകും. അപ്പൊ എങ്ങനെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, നമ്മളില് ഇപ്പം നമ്മൾ സ്നേഹം, അതുപോലെ തന്നെ ക്ഷമ, ദയ, നന്മ, ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു കണ്ടെയ്നറാണ് ഇതെല്ലാം. അതിൽ തന്നെ അതിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു മാർഗം അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറാണ്, ഒരു പാത്രം ആണ്, വെസലാണ്. ഇപ്പോൾ നമ്മൾ ലുത്തിനിയയിലൊക്കെ പറയില്ലേ, വെസൽ ഓഫ് ഓണർ. മാതാവിന് വിളിക്കുന്നത് എന്താ വെച്ചാൽ വെസൽ ഓഫ് ഓണറാണ്, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ. ഇപ്പം ഈ ഭക്തി ആയാലും ശരി, ഇപ്പം അതിനൊക്കെ എല്ലാം വചനത്തിൽ പാത്രം എന്നാണ് പറഞ്ഞത്, വെസൽ എന്ന കണ്ടെയ്നറാണ്. അപ്പോഴേ ഈ ബെൽഷാസർ രാജാവിന് അയാൾക്ക് കൂടുതൽ തിന്മകൾ നിറയുമ്പോൾ എന്ത് പറ്റും? കർത്താവ് ഈ മത്തായി 24:12 അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. അതാണ് ഞാൻ നിന്നെ പാർസ്യൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി. എന്ത് പറ്റി? നീ കുറവുള്ളവനായിട്ട് കണ്ട്, ഭാരം കുറഞ്ഞവനായിട്ട് കണ്ടാൽ അവൻ്റെ സ്നേഹമില്ല, അവന് അധർമ്മം വർദ്ധിച്ചു, സ്നേഹമില്ല. അതാ മത്തായി 24:12. അധർമ്മം വഹിച്ചു, ബെൽഷാസറിനെ അധർമ്മം വർദ്ധിച്ചു. അപ്പം എന്ത് പറ്റി? സ്നേഹമില്ല, തൂക്കി നോക്കി, നീ സ്നേഹത്തിൻ്റെ കുറവ് കണ്ടു എന്നാ പറഞ്ഞ. സ്നേഹത്തിൻ്റെ കുറവ് കണ്ടു. യേശു എന്താ പറയുക? നിങ്ങൾ അളക്കുന്ന അളവ് പോലെ കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പഴയ നിയമത്തിൽ നിന്നെ ഞാൻ തൂക്കി നോക്കുമെന്നാണ് വെച്ചാൽ ആ തൂക്കം പോലെ നിനക്കും ആ തൂക്കം ബാധകമാണെന്ന്. അത് ആയുസാണ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴെന്താ പറയണത്? പുതിയ നിയമത്തിൽ വരുമ്പോഴും വലിയ വ്യത്യാസം, നയത്തിനും നിലപാടിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നോൻപേരിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയല്ലേ.
അപ്പോഴതിൻ്റെ ഒരു ആമുഖമായിട്ട് വേണം നിങ്ങളിത് കരുതാൻ. ഈ നോൻപ് കാലത്ത് നഷ്ടപ്പെട്ട ധർമ്മങ്ങളെല്ലാം സ്നേഹമെല്ലാം വീണ്ടെടുക്കണം. കാര്യം എന്താണ്? അളവുകോല് അവൻ്റെ കയ്യിലുണ്ടെന്നാണ്. അതിനെക്കുറിച്ച് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണില്ലേ? അത് തന്നെ കാര്യം. അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലെന്ന് പറയാൻ ഇല്ലാൻ്റെ കാര്യമില്ല. യോഹന്നാൻ കർത്താവിൻ്റെ അന്ത്യവരവിനെ കുറിച്ചാണ് പറഞ്ഞതെന്നൊന്നുമല്ല. യോഹന്നാൻ പറഞ്ഞത് വീശുമുറ അവൻ്റെ കയ്യിലുണ്ട്. അതായത് മത്തായി 3:11 യോഹന്നാൻ എന്താ പറയുന്നത്? വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈശോ വീശുമുറമൊന്നും കാണിച്ചില്ലായിരുന്നു. അന്തർ കാണുന്നു, ചെകിട കേൾക്കുന്നു, ഊമന് സംസാരിക്കുന്നു. യോഹന്നാൻ്റെ മരണം വരെ വലിയ കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ യോഹന്നാന് സംശയം തോന്നിയായിരുന്നു. ഈശോ മത്തായി 11 സംശയം തോന്നിയായിരുന്നു. പക്ഷേ യോഹന്നാൻ്റെ കാലം കഴിഞ്ഞപ്പോൾ കറക്റ്റ് കാര്യം പറഞ്ഞു. എന്താണ്? വീശുമുറം യോഹന്നാൻ ഉണ്ടെന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞല്ല. അത് ശരിയാണ്. അന്ത്യവരവിലായിരിക്കും അത്. പക്ഷേ ഞാനത് നേരത്തെ നിങ്ങളോട് പറയുകയാണ്. എന്താ പറയണത്? കർത്താവ് പറഞ്ഞത് നിങ്ങൾ അളക്കുന്ന അളവുകോൽ കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. എപ്പോഴാണ് കിട്ടുന്നത്? അവൻ്റെ വീണ്ടും വരവിൽ. ഈ വീണ്ടും വരവിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. നമ്മളെ കർത്താവിന് യോഗ്യരായി കണ്ടെത്താനുള്ള കാലമാണ് നോൻപ് കാലം. നോൻപ് കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ട സമയത്ത് ഇന്നു മുതൽ പ്രത്യേക ഒരു പ്രാർത്ഥനയും കർത്താവോട് കൂടുതൽ അടുത്തിരിക്കുന്നവരെ ഈ നോൻപ് കാലം ഇന്നു മുതൽ തന്നെ പതുക്കെ നോൻപ് സെപ്റ്റംബറിലേക്ക് ഇട്ട് അടിച്ചു പൊളിച്ച് നിർത്തിയിട്ട് പിന്നെ കുറച്ച് കാലം നോൻപ് കഴിയുമ്പോൾ പിന്നെയും പഴയ ദൈവത്തിന് നിരക്കാത്ത നിലപാടും ജീവിതവും അങ്ങനെ വരരുത്. മറിച്ച് പതുക്കെ ദൈവത്തോട് നിത്യമായി ജീവിക്കാൻ. കാരണം ആബ്സെൻസ് നമ്മൾ തുടങ്ങി വെച്ചത് എങ്ങനെയാണ്? ഞങ്ങൾ അകലെ ആയിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ദൈവമല്ലേ എന്നല്ലേ യെരമ്യാ 23:20 ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ, അത് ദൈവം അകലെയായിരിക്കുന്നത് പോലെ അനുഭവിച്ചുകൊണ്ട് അപ്പോഴും ദൈവം തന്നെയാണെന്നുള്ള ബോധത്തോടു കൂടി ഉള്ളതുപോലെ പെരുമാറാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.